കണ്ണൂരിലേക്ക് വന്നാൽ പയ്യാമ്പലം ബീച്ചിലാണ് അവിടെ ബലിതർപ്പണത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ, മനു. സന്തോഷം, ഏറ്റവും കൂടുതൽ മലബാറിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തുന്ന ഒരു ഇടം കൂടിയാണല്ലോ അല്ലെ പയ്യാമ്പലം എന്ന് പറയുന്നത്. ഇന്ന് എങ്ങനെയാണ് തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് അവരൊന്ന് പറയാൻ പറ്റുന്നത്? രാവിലെ 5:30 മുതൽക്ക് തന്നെ കണ്ണൂർ പയ്യാമ്പലത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചതാണ്. ഇപ്പോഴും വലിയ തിരക്ക് തന്നെയാണ് പയ്യാമ്പലത്ത് കടപ്പുറത്ത് അനുഭവപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കർക്കിടക വാവ് ദിവസം ബലിതർപ്പണത്തിന് എത്തുന്ന സ്ഥലമാണ് കടപ്പുറം. അത് കൂടാതെ കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രം, അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം, അതുകൂടാതെ ധർമ്മടം കടപ്പുറം, മുഴുപ്പിലങ്ങാട് ബീച്ച്, ഇങ്ങനെ പ്രധാനപ്പെട്ട നിരവധി സ്ഥലങ്ങൾ ഈ കർക്കിടക വാവ് ദിവസം കണ്ണൂർ ജില്ലയിൽ ബലിതർപ്പണത്തിനായി ആളുകൾ എത്തുന്ന സ്ഥലമാണ്. കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബലിതർപ്പണം നടത്തുന്നത്. അരിയും പൂവും അതോടൊപ്പം തന്നെ ദർഭപ്പുല്ലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തർപ്പണം നടത്തി അത് ജലത്തിൽ ഒഴുക്കുക എന്നുള്ളതാണ് വിശ്വാസം. അതിൻ്റെ ഭാഗമായാണ് പയ്യാമ്പലം കടപ്പുറത്തേക്ക് നിരവധി ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ പോലീസും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും പയ്യാമ്പലം കടപ്പുറത്ത് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കടലിലേക്ക് അധികം ആളുകളെ ഇറങ്ങാൻ അനുവദിക്കുന്നില്ല. കാരണം മഴ അലർട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കടലിൽ ഇറങ്ങുന്നതിന് ചില നിയന്ത്രണങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അധികം ദൂരേക്ക് കടലിലേക്ക് ഇറങ്ങാനുള്ള അനുവാദമില്ല എന്നുള്ളതാണ്. ഏതായാലും ബലിതർപ്പണ ചടങ്ങുകൾ 5ലധികം ബലിത്തറകളിലായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ആ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആചാര്യന്മാരാണ് അതിന് നേതൃത്വം നൽകുന്നത്. കണ്ണൂർ പയ്യാമ്പലത്ത് ഇപ്പോഴും വലിയ ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. ഈ വലിയ ബലിതർപ്പണത്തിനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ പയ്യാമ്പലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മനു, ശരി, അങ്ങനെ എല്ലായിടങ്ങളിലേക്കും ബലിതർപ്പണം നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ, പ്രധാനപ്പെട്ട ഇടങ്ങളാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ നാടുകളിലൊക്കെ ഓരോ ജില്ലകളിലും ഓരോ സ്ഥലത്ത് പ്രധാനപ്പെട്ട സ്ഥലത്ത് ബലിതർപ്പണത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നേരത്തെ സന്തോഷമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ച് ബലിതർപ്പണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കർക്കിടക വാവിലെ ബലിതർപ്പണം എന്ന് പറയുന്നത് അത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഒരു ഉരുളച്ചോറ് പിതൃക്കൾക്കായി മാറ്റിവെക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ശാപമോക്ഷത്തിന്റെ, പ്രതിമോക്ഷത്തിന്റെ, ആത്മമോക്ഷത്തിന്റെ ഒക്കെ വിശ്വാസമാണ് നമ്മൾ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് നമ്മളെക്കാൾ കൂടുതൽ വലിയ രീതിയിൽ അതിനെക്കുറിച്ച് അറിയാം.